ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ ചിന്തിക്കാനായിട്ട് 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 2 Corinthians chapter 5 verse 15, 16 and 17. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. பிழைத்திருக்கிறவர்கள் இனி தங்களுக்கென்று பிழைத்திராமல் தங்களுக்காக மரித்து எழுந்தவருக்கென்று பிழைத்திருக்கும்படி அவர் எல்லாருக்காகவும் மரித்தார் என்றும் நிதானிக்கிறோம். ஆகையால் இது முதற்கொண்டு நாங்கள் ஒருவனையும் மாம்சன்படி அறியோம். நாங்கள் கிறிஸ்துவையும் மாம்சன்படி அறிந்திருந்தாலும் இனி ஒருபோதும் அவரை மாம்சன்படி அறியோம். இப்படி இருக்க ஒருவன் கிறிஸ்துக்குள் இருந்தால் புது சிருஷ்டியாயிருக்கிறான். பழையவைகள் ஒளிந்து போயின, எல்லாம் புதிதாயின. ഇവിടെ വചനത്തിൽ കാണുന്നത് എല്ലാവരും മരിച്ചു, ഇനി ജീവിക്കുന്നവർ അവർക്കായിട്ടല്ല. നമ്മളെല്ലാവരും മരിച്ചു. എന്ത് ചെയ്തു? മരിച്ചു. എങ്ങനെ മരിച്ചു? വചനം എങ്ങനെയാ പറയുന്നത്? ഒരുവന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. വചനം ഇങ്ങനെ പറഞ്ഞ ആദാമിന്റെ പാപ നിമിത്തം ആദാം മുതൽ മോശ വരെ ലോകത്തിൽ മരണം വാണു. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ഇതാണ്: നമ്മൾ മരിച്ചു. എങ്ങനെ മരിച്ചു? പാപം ചെയ്ത് മരിച്ചു. പാപം ചെയ്ത് മരിച്ചവരായ നമ്മള് അവിടെ ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് എന്ന് പറഞ്ഞാൽ, പാപം ചെയ്ത് നാം ആദാമിൽ മരിച്ചവരായി ജനിച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് അവനോട് കൂടെ മരിച്ചു. എപ്പോഴാണോ ആദാമിൽ ജനിച്ച് മരിച്ചത്, അത് മരണമായിരുന്നു. എന്നാണ് യേശുവിന്റെ കൂടെ മരിച്ചത്, അത് മരണത്തിന്റെ എൻഡായിരുന്നു. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതായത് ആദാമിൽ നാം ജനിച്ചപ്പോ മരിച്ചവരായി ജനിച്ചു. അതായത് എൻഡ്, ഒരു അവസാനം നമുക്കുണ്ടായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിൻ വീണ്ടും ജനിച്ചപ്പോ നമ്മുടെ മരണത്തിന് അന്ത്യം കുറിച്ചു. ഇനി മരണമില്ല. അതുകൊണ്ട് എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഞങ്ങൾ മരിച്ചു, ഞാനും മരിച്ചു. എനിക്ക് വേണ്ടി യേശു മരിച്ചു, ക്രിസ്തു മരിച്ചു. അങ്ങനെയാണെങ്കിൽ മരിച്ച ഒരാളെ ഇനി ജഡപ്രകാരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാൾ മരിച്ചു, ഇനി അയാൾ ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചിന്തിച്ചു നോക്കിക്കേ. ഒരു വലിയ ഒരു ക്രിമിനൽ അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കാം. അദ്ദേഹത്തിന്റെ കേസ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനകത്ത് അദ്ദേഹം എന്തെങ്കിലും രോഗം വന്നോ, എന്തെങ്കിലും പ്രയാസം വന്നോ, ആ സമയത്ത് മരണപ്പെട്ടു പോയാൽ ഫയൽ ക്ലോസ്ഡ്. ഇനി എന്തില്ല? ഇനി അയാൾക്ക് ഇനി എന്ത് വിധി കൊടുക്കാന് കഴിഞ്ഞു. അപ്പൊ എന്താ, നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിശാച് വാദിച്ചു, ഇവൻ പാപി, അവൻ കൊള്ളത്തിൽ, ഇവൻ തെറ്റിയത് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാം, റോമർ 6:3 മുതൽ 7 വരെ പറയുന്ന പോലെ, നാം അവനോട് കൂടെ മരിച്ചു. അവനോടുകൂടെ മരിച്ചതോടുകൂടെ ഫയൽ ക്ലോസ്ഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഫയൽ ക്ലോസ് ആയി. അതുകൊണ്ട് ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല.
16 വാക്യത്തിൽ ആകയാൽ ഞങ്ങൾ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കാരണം ഞങ്ങൾ മരിച്ചു, ക്രിസ്തു എന്നെ ജീവിക്കും. പിന്നെ എനിക്ക് എന്നെ ജഡപ്രകാരം അറിയാനായിട്ടുള്ള യോഗ്യതയില്ല. ഞാൻ മരിച്ചു, അവന്റെ കൂടെ മരിച്ചു. അങ്ങനെ മരണപ്പെട്ടു, മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്തവനായ ഞാൻ ഇനി ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ റൂട്ട് കോസ്, പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാര്യത്തെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന, അവിടെയാണ് ജയവരിക്കുന്നത്. നമ്മൾ ചില വ്യക്തികൾ നമ്മൾ ഓർക്കും, എന്റെ കുഞ്ഞുങ്ങൾ കാരണം എന്റെ പ്രശ്നം, എന്റെ മാതാപിതാക്കൾ ശരിയല്ലാത്തതുകൊണ്ട് എന്റെ പ്രശ്നം, എന്റെ സഹോദരങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട്, എന്റെ വീട് ശരിയല്ലാത്തതുകൊണ്ട്, എന്റെ ജോലി ശരിയല്ലാത്തതുകൊണ്ട്. സത്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ ശരിയല്ലാത്തതിന് കാരണം ആ ശരിയല്ലാത്ത നിലയിൽ നമ്മളെ ആക്കുന്ന ഒരു സ്പിരിറ്റ് കളിക്കുന്നുണ്ട്. എപ്പോഴാണോ ആ സ്പിരിറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അവിടെയാണ് ജയം വരുന്നത്. ഇവിടെ പറയുന്നത്, ഞാൻ ജഡപ്രകാരം ആരെ അറിയുന്നില്ല, ആ വിഷയത്തിന് പുറകിൽ നിൽക്കുന്ന പിശാചിനോടാണ് ഞാൻ എതിർക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. എന്താണ് ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിയുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തുവിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെന്നെ കൈക്കൊണ്ടില്ല. അപ്പൊ യേശു വന്നപ്പോ യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾ അടുക്കലേക്കാണ് വന്നത്. അപ്പൊ അവിടെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യേശു വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു വന്നത് അവരുടെ അടുക്കിലേക്ക്. പക്ഷേ ഞാൻ അറിയുന്നത് അങ്ങനത്തെ യേശുവിനെ അല്ല. അതായത് യായിറോസിന്റെ കുഞ്ഞിനെ ചെന്ന് തൊട്ട് സൗഖ്യമാക്കിയ യേശുവിനെ അല്ല ഞാൻ അറിയുന്നത്. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിനെ അല്ല ഞാൻ അറിയുന്നത്. ഞാൻ ഇന്ന് അറിയുന്നത് എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ അറിയുന്നത്. ക്രിസ്തുവിനെ പോലും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. അങ്ങനെ ഞാൻ ക്രിസ്തുവിലായി, ക്രിസ്തു എന്നിലായി. അങ്ങനെ ഇപ്പൊ എനിക്ക് ജഡപ്രകാരം യേശുവിനെ അറിയുന്ന രീതി മാറി. 1 കൊരിന്ത്യർ 6:17 പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവരുമായിട്ട് ഏകാത്മാവ. ഐ ആം വൺ സ്പിരിറ്റ് വിത്ത് ഹിം. ഞാൻ അവനോട് ഏകാത്മാവിലായതുകൊണ്ട് എനിക്ക് ജഡപ്രകാരം അവനെ കുറിച്ചുള്ള ബോധ്യമില്ല. അവനെ കുറിച്ചുള്ള എന്റെ അറിവ് സ്പിരിറ്റിലാണ്. അങ്ങനെ ആയവരെ കുറിച്ചാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആമേൻ. അതായത് നമ്മൾ ലോകത്തിലാവുക എന്ന് പറയുന്നത് ശരീരപ്രകാരം സംഭവിക്കുന്നതാണ്. നമ്മൾ സ്വർഗത്തിലാവുക എന്ന് പറയുന്നത് അറിവ് പ്രകാരം നടക്കുന്നതാണ്, സോളിലാണ്. ദാറ്റ് നോട്ട് ഇൻ ദ സ്പിരിറ്റ് ബട്ട് ഇൻ ദ സോൾ. അപ്പൊ അതിനെയാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ജനിച്ചത് ശരീരപ്രകാരം ജനിച്ചു. എന്നാണോ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചത്, അന്ന് നമ്മുടെ സോൾ, നമ്മുടെ മൈൻഡിൽ ഒരു ബോധ്യം ഉണ്ടായി, ഐ ആം ബോൺ ഓഫ് ഗോഡ്. ആ ബോധ്യം ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം. അപ്പൊ അതുകൊണ്ട് ഇനി എന്തില്ല, പഴയതിനെ കുറിച്ച് ഓർക്കണ്ട. നമുക്ക് അങ്ങോട്ടാണ് വരുന്നത്. ഫിലിപ്പിയർ ലേഖനം 4:13. Philippians chapter 3 verse 14. Philippians chapter 3 verse 14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആജ്ഞകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. கிறிஸ்து இயேசுக்குள் தேவன் அளித்த பரம அழைப்பின் பந்தய பொருளுக்காக லக்கை நோக்கி ஓடுகிறேன். ഇവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുക, പഴയതെല്ലാം മറക്കുക. പഴയതെല്ലാം മറക്കുക. ഞാനൊന്ന് ചെയ്യുന്നു, പഴയതെല്ലാം മറക്കുന്നു. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചു. ക്രിസ്തുവിൽ എനിക്കുള്ളൊരു വിളിയുണ്ട്. ക്രിസ്തുവിൽ എനിക്കുള്ള വിളി. അതായത് ചിന്തിച്ചു നോക്കിക്കേ, ഒരു
ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ വിളിച്ചെന്നിരിക്കട്ടെ. അവിടെ ഏത് വ്യവസ്ഥ അനുസരിച്ചായിരിക്കും നിങ്ങളെ ആ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്? അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾക്ക് അത് അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യും. അപ്പൊ നിങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയാ? അവരുടെ യോഗ്യത, ഒരു മാനദണ്ഡമുണ്ട്, അതനുസരിച്ച് നിങ്ങൾ യോഗ്യനാണ് അങ്ങോട്ട് എടുക്കും. അപ്പൊ ഇവിടെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി നമ്മുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമല്ല, ക്രിസ്തുവിലുള്ള പരമവിളിയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും തക്കവണ്ണമല്ല നമ്മളിലൂടെ നടക്കാൻ പോകുന്ന പ്രവൃത്തി, അവന്റെ കഴിവിനും പ്രാപ്തിക്കും തക്കവണ്ണമുള്ള നിലയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുക വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പറയാം, ഇതുവരെയുള്ള ആത്മീക മേഖലയുടെ തന്നെ ദിശ തിരിക്കുന്ന നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇതുവരെയുള്ള ആത്മീകമായ മേഖലയുടെ ദിശയെ തിരിക്കുന്നത് പോലുള്ള ഒരു വലിയ വിളിക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിയുള്ളവരായ നമ്മൾ അപ്പൊ മുൻപിലുള്ളത് പിൻപിലുള്ളത് മറക്കണം. വായിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 verse 18 and 19. Book of Isaiah chapter 43 verse 18 and 19. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശം നദികളും ഉണ്ടാക്കും. முந்தினவளை நினைக்க வேண்டாம், பூர்வமானவளை சிந்திக்க வேண்டாம். இதோ நான் புதிய காரியத்தை செய்கிறேன், இப்பொழுதே அது தோன்றும், நீங்கள் அதை அறியீர்களா? நான் വനാന്തരത്തിലെ വഴിയെയും അവാന്തരത്തിലെ ആറുകളെയും ഉണ്ടാക്കുവേൻ. നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ പറയും, നിങ്ങൾ പഴയ കാര്യം ഓർത്തോണ്ടിരിക്കണ്ട, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഓർത്തോണ്ടിരിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുക, പുതിയതൊന്ന് ചെയ്യുക. പഴയതിനെ കുറിച്ച് നിങ്ങളുടെ തലച്ചോറിനകത്ത് ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ, കഴിഞ്ഞ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ പോക്കണ്ട. അവിടെ ഈ ഒരു വാക്യം വളരെ പ്രസക്തമാണ് കേട്ടോ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച വാക്യം വളരെ ഇമ്പോർട്ടന്റ്. പിൻപിലുള്ളത് മറന്ന് മുമ്പിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിനുള്ള പരമവിളി. നിങ്ങളൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ പ്രാപ്തി, നിങ്ങളുടെ കഴിവ്, ഇതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ പോകുന്നിടത്തോളം നിങ്ങൾക്ക് ഒരു പരിധി വിട്ടുള്ള വളർച്ച ഉണ്ടാവത്തില്ല. പക്ഷേ എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് എന്റെ വിളി ക്രിസ്തുവിലാണ്, മൈ കോളിംഗ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകും. ക്രിസ്തുവിനാണ് എന്റെ വിളി, ക്രിസ്തുവിനാണ്, ക്രിസ്തുവിൽ എന്നെ വിളിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിൽ ഞാൻ വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്നെ കാണുന്നത് എന്റെ കുടുംബ പശ്ചാത്തലം, എന്റെ വിദ്യാഭ്യാസ യോഗ്യത, എന്റെ കഴിവ്, എന്റെ മിടുക്ക്, എന്റെ പ്രായം, എന്റെ ബലം, എന്റെ ആരോഗ്യം, എന്റെ ഭാഷാ പരിജ്ഞാനം, ഇതിലൊന്നുമല്ല ഞാൻ എന്നെ കാണുന്നത്. ഐ ക്യാൻ സീ മൈസെൽഫ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ എന്നെ തന്നെ കാണുന്നത് ക്രിസ്തുവിലാണ്. പരിമിതികൾ ഉള്ളവനായിരുന്നു, കുറവുകൾ ഉള്ളവനായിരുന്നു. ബട്ട് നൗ ഞാൻ കാണുന്നത് മൈസെൽഫ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിലാണ് എന്നെ കാണുന്നത്. ആമേൻ. ക്രിസ്തുവിലാണ് ഞാൻ എന്നെ കാണുന്നത്. കാരണം ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങള് ഒരു സ്ഥലത്ത് നിന്ന്, ഞാൻ സ്ഥലപ്പേരുകൾ ചുമ്മാ പറയാൻ ആഗ്രഹിക്കുന്നു, കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാന്നിരിക്കട്ടെ.
നിങ്ങൾ നടക്കുന്നു. നടന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാ പറയും? ഞാൻ കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ്. എന്നാൽ ചിന്തിച്ചു നോക്കിക്കേ, ഒരാൾ നിങ്ങളോട് ചോദിക്കുക, കോട്ടയത്ത് വെച്ച് ഒരാൾ ചോദിക്കുക, എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നറിയോ? അത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് പന്തളത്തേക്കോ അടൂരേക്കോ ട്രിവാൻഡ്രത്തേക്കോ പോകുന്ന ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ എത്താം. പോകുന്നത് ബസ്സാ പോകുന്നത്. ആ ബസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കയറിയാൽ നിങ്ങളും പോകുന്നവരാ. അതായത് നടന്നു പോയപ്പോ നിങ്ങളുടെ എഫേർട്ട് ഉപയോഗിച്ചാ പോയത്. ഇപ്പോ പോകുന്ന ബസ്സിൽ കയറിയപ്പോ നിങ്ങളും പോവുകയാ. നിങ്ങൾ ഒരു പണിയും ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ ബസ്സിനകത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുക. പക്ഷെ നിങ്ങൾ പോവുകയാ, നിങ്ങൾ ചലിക്കുകയാ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങൾ കരഞ്ഞു നിലവിളിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾ ഇൻ ക്രൈസ്റ്റിലായതുകൊണ്ട് യു ആർ മൂവിങ് ഫോർവേഡ്. നിങ്ങൾ മുന്നോട്ട് പോവുകയാ. നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരായി മാറുക. നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുക, അത് തോന്നല. പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നിങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യുക. നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യം മാറുക. നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട്. നിങ്ങൾ വാഹനത്തിലാണ്. നമ്മൾ എന്താ പറയുന്നത്? ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സാ പോകുന്നത്. നിങ്ങൾ അകത്ത് കയറിയിട്ട് നിങ്ങളെ ഫോണിൽ വിളിച്ചു ചോദിക്കുക, എവിടെയാ ബ്രദറെ, ഇല്ല എവിടെ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ എന്താ പറയും? ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോവുകയാ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, വണ്ടി കയറിയിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നു, ക്രിസ്തുവിലായവരുണ്ടെങ്കിൽ യു ആർ ആക്റ്റീവ്. You are a great miracle. You are a wonder. Hallelujah. ബസ് പോകുന്നത് കൊണ്ട്, ബസ്സിൽ കയറി നിങ്ങളും പോകുന്നവരാണെങ്കിൽ, യേശു ജീവിക്കുന്നുകൊണ്ട് യേശുവിൽ കയറി നിങ്ങളും ജീവിക്കുന്നവരാ. യേശു സ്വർഗത്തിലായതുകൊണ്ട് നിങ്ങളും സ്വർഗത്തിലാ. യേശു ജയാളി ആയതുകൊണ്ട് യേശുവിനകത്ത് കയറി നിങ്ങളും ജയാളിയാ. യേശു ഉന്നതനായതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്ന നിങ്ങളും ഉന്നതന്മാരാ. യേശു ക്രിസ്തുവിൽ രോഗമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അകത്തും രോഗമില്ല. യേശു മാനിക്കപ്പെട്ടവനായതുകൊണ്ട് യേശു ക്രിസ്തുവിനകത്ത് കയറി നിങ്ങളും മാനിക്കപ്പെട്ടവനാ. ബിക്കോസ് യു ആർ മൂവിങ് ഫോർവേഡ്, ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തോളം നിങ്ങളെ അറിയരുത്. പഴയതിനെ മറക്കുക, പിമ്പിലുള്ളതിനെ മറക്കുക. മുന്നോട്ട് നോക്കി നിങ്ങൾ ചെയ്ത നല്ല കാര്യം മറന്നേരെ. നല്ലത് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ കഴിയും? ഇല്ല. ദോഷം ചെയ്തു, നിങ്ങൾ ചെയ്ത ദോഷത്തിനെല്ലാം കർത്താവ് വില കൊടുത്തതല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് കണക്ക് പറയാനുള്ള റൈറ്റ് എന്താ? ഒരു റൈറ്റും ഇല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഐ ആം ഇൻ ക്രൈസ്റ്റ്. Christ is in me, so we are one. Inseparable relationship. അപ്പൊ അവിടെ പറയുന്നത്, ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ചുറ്റുപാടുകളെ നോക്കരുത്, സാഹചര്യങ്ങളെ നോക്കരുത്, മനുഷ്യരെ നോക്കരുത്. നിങ്ങളോട് തന്നെ പറയണം, എനിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാകുക. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ മുന്നോട്ടാണ്.
നിങ്ങൾ ആക്റ്റീവാ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ നിങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണ്, കുഴപ്പമുള്ളവരാണ്, മിസ്റ്റേക്ക് ഉള്ളവരാണ്, അബദ്ധമാണ് എന്നൊക്കെ പിശാച് നിങ്ങളുടെ ഉള്ളില് നോണ പറഞ്ഞ് നിങ്ങളെ വീഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, പിശാചെ, ആ നോണ എന്റെ അടുത്ത് നടക്കത്തില്ല. എനിക്കൊരു സത്യമറിയാം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിന്റെ പൈതല. ഒരു തിന്മയും ഒരു ദോഷവും എന്റെ മേൽ വാഴത്തില്ല, എന്റെ മേൽ വാഴത്തില്ല. ഹല്ലേലൂയ, എന്റെ മേൽ വാഴത്തില്ല. ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഇനി ഞാൻ എങ്ങനെ എന്നെ കുറിച്ച് അറിയുന്നു? ഞാൻ മരിച്ചു, ഇനി എന്നെ കുറിച്ചുള്ള ബോധ്യമില്ല, ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിൻപിലുള്ളതെല്ലാം മറന്ന് ക്രിസ്തുവിലുള്ള വിളിക്കായി ഞാൻ മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. അപ്പോഴ് ഈ യെശയ്യാപ്രവാചന പുസ്തകം 43 അധ്യായം 18, 19 വാക്യത്തിൽ വായിച്ചത്, പണ്ടുള്ളത് ഓർക്കണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. ഇത് ഞാൻ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ പുതിയതൊന്ന് ചെയ്യാം. പുതിയത് എന്താണെന്നറിയോ? മരുഭൂമിയിൽ വഴി, നിർജ്ജന പ്രദേശത്ത് ഉറവ. മരുഭൂമിയിൽ വഴി. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്കും ഇത് ചിന്തിച്ചതാണ്. അതായത് മരുഭൂമിയിൽ വഴി. മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നുമില്ലാത്ത സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ വഴി ഒരുക്കുക എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ നടക്കാനുള്ള വഴി എന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഒന്നും ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് പ്രതീക്ഷയ്ക്ക് മുഖാന്തരമായ വഴികൾ അവൻ ഒരുക്കും. നിർജ്ജന പ്രദേശത്ത് നദി, നിർജ്ജന പ്രദേശത്ത് നദി. ഈ നിർജ്ജന പ്രദേശം എന്ന് പറയുമ്പോ തന്നെ അവിടെ എന്താണ്? അവിടെ ആളില്ല. ആളില്ലാത്ത സ്ഥലത്ത് നദിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? പറഞ്ഞേ ഇല്ല. പക്ഷെ നിർജ്ജന പ്രദേശത്ത് നദിയോ ഉണ്ടെങ്കിലോ, ഞാനൊരു കാര്യം പറയട്ടെ, ആളുകൾ ഒരു വീട് മേടിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന 1-2 ചോദ്യമുണ്ട്. വഴിയുണ്ടോ? വെള്ളമുണ്ടോ? ചോദിക്കാറില്ല നിങ്ങൾ? നിങ്ങളൊന്ന് പ്രതികരിച്ച് ചോദിക്കത്തില്ല? നമ്മളൊരു വീട് മേടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ആ വഴി വീട് വരെ വണ്ടി പോവും? ഓക്കെ. വെള്ളത്തിന് എങ്ങനെ സൗകര്യം? വെള്ളം. അപ്പോഴ് ഇത് നിർജ്ജന പ്രദേശമായിട്ട് കിടക്കാൻ കാരണം എന്താണെന്നറിയാവോ? ഇവിടെ വെള്ളമില്ലാത്തോണ്ടാ. ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ നദി ഒരുക്കിയിട്ട് ആളുകൾ തന്നെ ഇവിടെ വരും. ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് കേൾക്കണം. നീ പഴയ കാര്യം ഓർത്തോർത്തിരുന്ന് ഒത്തിരി പേര് നിന്നെ വിട്ടേച്ചു പോയി. നിന്റെ പഴയ നിന്റെ കുറ്റപ്പെടുത്തലും നിന്റെ മുറിവുകളും നിന്റെ ഭാരവും ഒക്കെ ചുമന്ന് നീ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം കൊണ്ട് മറ്റുള്ളവർ നിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെറുപ്പകാലത്ത് 12ാമത് വയസ്സിൽ, 13ാമത് വയസ്സിൽ, 18ാമത് വയസ്സിൽ, 28ാമത് വയസ്സിൽ നിന്നെ മുറിപ്പെടുത്തിയവർ, നിന്നെ പ്രയാസപ്പെടുത്തിയവർ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങള്, ഇവരുടെ കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് മനസ്സുകൊണ്ട് നിരാശപ്പെട്ട് ഹെവിനെസ് കൊണ്ട് നടന്ന് എല്ലാരും നിന്നെ ഇട്ടേച്ചു. പക്ഷേ നീ പഴയ കാര്യം മറക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യും, ഹല്ലേലൂയ, ജനങ്ങൾ കൂടി വന്ന് പാർക്കത്തക്കവണ്ണം ഞാൻ ഇവിടെ ഒരു വഴി ഒരുക്കും, ഒരു നദി ഒരുക്കും. ഞാൻ പറയാം, നീ അനേകർക്ക് അനുഗ്രഹമായി മാറും. നീ ഒരൊറ്റ ആള് നിമിത്തം നിന്റെ ദേശം അറിയപ്പെടും. നീ ഒരൊറ്റ ആള് നിമിത്തം നിന്റെ കുടുംബം അറിയപ്പെടും. നീ ഒരൊറ്റ വ്യക്തി നിമിത്തം ലോക രാജ്യങ്ങൾ ക്രിസ്തുവിനെ അറിയും. നീ ഒരൊറ്റ വ്യക്തി നിമിത്തം ഈ ബൈബിള് വെറുതെ വായിക്കാനുള്ളതല്ല എന്ന് ലോകം അറിയും. ഈ ബൈബിൾ എഴുതിയ ക്രിസ്തു സത്യമാണെന്ന് ലോകം അറിയും. ആമേൻ. ഇത് മരുഭൂമിയായിട്ട് ആർക്കും വേണ്ടാതെ കടന്ന സ്ഥലമാ. നീ പഴയതിനെ മറക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പുതിയതൊന്ന് ചെയ്യും. നിന്നെ വിട്ടേച്ചു പോയവരെല്ലാം മടങ്ങി വരും. ആമേൻ. സമൃദ്ധി നഷ്ടപ്പെട്ടു പോയത് സമൃദ്ധി മടങ്ങി വരും. ഈ നിർജ്ജന പ്രദേശത്ത് ഞാൻ ഉറവയ ഉണ്ടാക്കും. അവിടെ നദികൾ ഉണ്ടാകും. അവിടെ പൂന്തോട്ടങ്ങൾ ഉണ്ടാകും. അവിടെ വനമുണ്ടാകും. എങ്ങനെയാണെന്നറിയുമ്പോ, വെള്ളം തിരിച്ചു വരുമ്പോ, അവിടെ നദി തിരിച്ചു വരുമ്പോ, ഞാൻ പറയട്ടെ, ഇന്ന് നിന്റെ കരച്ചിൽ നിർത്തുക, കുറ്റം പറച്ചിൽ നിർത്തുക, പിറുപിറുക്കുന്നത് നിർത്തുക, പ്രയാസപ്പെടുന്നത് നിർത്തുക, നെഗറ്റീവ് പറയുന്നത് നിർത്തുക, ശപിക്കുന്നത് നിർത്തുക, തോൽവിയെ
പറയുന്നത് നിർത്തുക, കണ്ടംനേഷൻ നിർത്തുക. നിന്റെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ. പഴയതിനെ മറക്കുക, പുതിയതിലേക്ക് വരിക. ഇതാ അവൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിർജ്ജന പ്രദേശത്ത് നദി ഒഴുക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിലെ അവസാന വാക്യം എങ്ങനെ പറയുന്നത്? ചെറിയവനായ ഞാൻ 1000-ഉം കുറഞ്ഞവനായ 10,000-മായി തീരും. അതെ, ഹല്ലേലൂയ. അതെ, വലിയ വർധനവ്. നീ വർദ്ധിക്കാൻ പോവാ. നീ ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സ്റ്റാർസിന്റെ പുറകെ, ലോകത്തില് സാമർത്ഥ്യവും കഴിവുമുള്ളവരുടെ പുറകെ ലോകം ഓടി നടക്കുന്നെങ്കിൽ, നിന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വം കൊണ്ട്, നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവ മഹത്വം കൊണ്ട്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ വീണ്ടും പറയട്ടെ, ആമേൻ. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ സ്റ്റാർസിനെ വർഷിപ്പ് ചെയ്യുന്ന ആളായിട്ടല്ല, ആമേൻ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവനായിട്ടല്ല, നക്ഷത്രമായിട്ട് നീ മാറും. അല്ലെ, എല്ലാ സ്റ്റാർസിനെ ആരാധിക്കുന്നവരല്ലേ ഇന്ന്, അല്ലെ? സിനിമ സ്റ്റാർസിനെ വർഷിപ്പ് എന്നല്ല പറയുന്നത്, ആരാധിക്കുക, അല്ലെ? നമ്മൾ എന്താ പറയാ? അപ്പൊ അവരുടെ പുറകെ നടക്കുന്നു, കായിക താരങ്ങളെ. പക്ഷെ നീ ഒരു നക്ഷത്രമായിട്ട് മാറുമ്പോ, ക്രിസ്തുവിൽ നീ നക്ഷത്രമായിട്ട് മാറുമ്പോ, അന്ന് 3 രാജാക്കന്മാരെ നക്ഷത്രം നയിച്ചതുപോലെ നീ രാജാക്കന്മാരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമായിട്ട് ഇന്ന് മാറും. പഴയതിനെ ഓർക്കണ്ട. ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എനിക്ക് തന്ന വളരെ ഇമ്പോർട്ടന്റ് ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ്. അതുകൊണ്ട് എത്ര പേര് ഇതിനെ ആമേൻ ഹല്ലേലൂയ സ്പിരിറ്റിൽ ഇതിനെ റിസീവ് ചെയ്യുന്നോ, അവരുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങൾ അത് കണ്ടിരിക്കും. ഇതിനെ അതുപോലെ കാണുന്നവർ, അതൊരു ആമേൻ പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള വേർഡാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്നെ ഒരു നക്ഷത്രമായിട്ട് അവൻ മാറ്റും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത്, അവിടെ ആളില്ലാത്തതിന് കാരണം വെള്ളമില്ല, വഴിയില്ല. അവിടെ പിന്നെ എങ്ങനെ ആള് വരുന്നത്? നമ്മളെ വീട് മേടിക്കുമ്പോ 2 കാര്യം ചോദിക്കും, അല്ലെ? ഏതൊക്കെയാ? വെള്ളമുണ്ടോ, വഴിയുണ്ടോ? ഇവിടെ കർത്താവ് പറയുക, ഞാൻ 2ഉം, വഴിയും ഒരുക്കും, എന്ത് ചെയ്യും? വെള്ളവും തരും. എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം ഇവിടെ ഓടി വരും. ഒരു ഡിമാൻഡും ഇല്ലാതിരുന്ന് നിന്നെ ഡിമാൻഡ് ഉള്ളവനാക്കി മാറ്റും. ഓ മൈ ഗാഡ്, ആ ഒരു വാക്കാണ്. ഒരു ഡിമാൻഡും ഇല്ലാതിരുന്ന് നിന്നെ ഡിമാൻഡ് ഉള്ളവനാക്കി മാറ്റും. ആളുകൾ ഒരു വിലയും തരാതിരുന്ന് നിന്നെ വിലയുള്ളവനാക്കി മാറ്റും. ആളുകൾ ഒരു മാന്യതയും തരാതിരുന്ന് നിന്നെ മാന്യനാക്കി മാറ്റും. ചിന്തിച്ചു നോക്കിക്കേ, വെള്ളവും വഴിയൊന്നും ഇല്ലാത്ത വീടിന് വിലക്കുറവാണ്. പക്ഷേ ഇത് 2 വായിക്കഴിഞ്ഞ വിലയാ. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ എന്റെ കർത്താവ് അവൻ തുറക്കുന്ന വഴി, ആമേൻ, അവൻ ഒരുക്കുന്ന വഴി, അവൻ തുറക്കുന്ന ഉറവ, നദി, ആമേൻ, ഹല്ലേലൂയ. ആ ദേശത്തെ, ആമേൻ, നീ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്നെ ഒരു ദേശമാക്കി അവൻ മാറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ദേശമാക്കി നിന്നെ മാറ്റും. ഒരു കാര്യം ചെയ്യുക, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇന്നലകളിൽ നിന്നെ മുറിപ്പെടുത്തിയവരൊന്ന് റിലീസ് ചെയ്യാമോ? ഇന്നലകളിൽ നിന്നെ കുറ്റം പറഞ്ഞവരെ നീ ഒന്ന് ഉപേക്ഷിക്കാമോ? ഞാൻ പറയാം, 2 കാര്യങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടും. ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മള് ചെയ്ത തെറ്റ്, അത് നമ്മളെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റ്, അത് നമ്മൾക്ക് അവരോട് വെറുപ്പ് കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ഇത് 2 നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. 1, നിങ്ങളുടെ അകത്തുനിന്ന് വെറുപ്പ്, കയ്പ് നിങ്ങളുടെ അകത്തുനിന്ന് മാറണം. 2, നിങ്ങളുടെ അകത്തുനിന്ന് കുറ്റബോധം മാറണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന എല്ലാ കുറ്റബോധങ്ങളെയും എടുത്തു മാറ്റുക. എല്ലാ കുറ്റബോധങ്ങളും, നിങ്ങളെ എവിടെയൊക്കെ, ആരൊക്കെ നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അബദ്ധം ആളുകൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെ പോയോ? ഞാൻ പറയട്ടെ, ഒരാളും യെസ്, നിന്റെ വിളിയെ തൊടാൻ കപ്പാസിറ്റി ഉള്ള ഒരാളും ലോകത്ത് ജീവനോടില്ല. പക്ഷേ നീ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുത്ത് നീ ചെറുതായിട്ട് പോയാ, ആമേൻ, നീ മരുഭൂമി പോലെയാകും, നീ നിർജ്ജന പ്രദേശമാകും. എന്നാൽ കർത്താവ് ചെയ്യുന്ന കാര്യം, ആമേൻ, ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. ഒരു വാക്യം എന്റെ മനസ്സിലേക്ക് വരുന്നു. ഹല്ലേലൂയ.
അതായത് കർത്താവ് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകും. വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, വായിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 49 verse 19. Book of Isaiah chapter 49 verse 19. നിന്റെ ശൂന്യസ്ഥലങ്ങളും പാപിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്തും അകന്നിരിക്കും. அப்பொழுது உன் வனாந்திரங்களும் உன் பாலிடங்களும் நீ நிர்மலமான உன் தேசம் இனி குடிகளின் திரளினாலே உனக்கு நெருக்கமா இருக்கும். உன்னை விழுங்கினவர்கள் தூரமாவார்கள். ഇത് ഫ്രഷ് ആണ്, ഇത് പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെച്ചതല്ല. ഇന്ന് ഞാൻ പറയാം, ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് നിങ്ങളുടെ മറ്റെല്ലാ ചിന്തകളും മാറ്റി കേട്ട വേർഡിലേക്ക് നിങ്ങൾ വേറെ ഒന്നിലേക്ക് ഇപ്പൊ തിരിയണ്ട. പ്ലീസ്, അങ്ങോട്ടെല്ലാം വരാം. ഇപ്പൊ നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചു, നിങ്ങൾ മെസ്സേജ് ഒന്ന് ശ്രദ്ധിച്ചു. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ശൂന്യ സ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവും നിവാസികൾ പോരാതെ വരത്തക്കോണം നിന്റെ ദൈവം മാനിക്കും. ഒന്ന്, നമ്മളിപ്പോ കേട്ട വാക്യം. രണ്ട്, നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു, പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും. മൂന്ന്, അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനയും വന്ധിയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നതുമായിരിക്കെ ആർ ഇവരെ പ്രസവിച്ച് വളർത്തിയിരിക്കുന്നു, ഞാൻ ഏകാഗിയായിരുന്നുവല്ലോ, ഇവർ എവിടെ ആയിരുന്നു എന്ന് പറയും. അതുപോലെ ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് വായിച്ച് സമയം കളയണ്ട, നേരെ ഈ മെസ്സേജിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞ ഇതിനാ. ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ലൈഫിൽ എവിടെയെല്ലാം ശൂന്യത നിങ്ങൾ അനുഭവിക്കുന്നു, അത് നിങ്ങളുടെ തലമുറകളുടെ കാര്യമായിരിക്കാം, വസ്തുവിന്റെ ആയിരിക്കാം, ജീവിതമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, എന്തൊക്കെ ആയിരിക്കാം, ഏത് മേഖലയാണോ, ശുശ്രൂഷയുടെ മേഖലയായിരിക്കാം, ദർശനമായിരിക്കാം, ദൈവം വിളിച്ച വിളിയായിരിക്കാം, ഏത് മേഖലയിലാണോ നിങ്ങൾ തളർന്ന്, നിങ്ങൾ ഇരുട്ടടഞ്ഞ്, നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ മുൻപുള്ളതിനെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യും, മരുഭൂമിയിൽ വഴി തുറക്കും. ആമേൻ. നിർജ്ജന പ്രദേശത്ത് നദികളെ അതെന്തിനാണെന്നറിയാമോ? ശൂന്യ സ്ഥലങ്ങൾ, പാഴിടങ്ങൾ ജനത്തെ കൊണ്ട് നിറയാൻ പോവാ. ഹല്ലേലൂയ, ആമേൻ. നിന്നെ വിട്ടുപോയവരായ നിന്റെ മക്കൾ നിന്റെ അടുത്തേക്ക് ഓടി വരും. ഹല്ലേലൂയ. വിട്ടുപോയവരായ മക്കൾ നിന്റെ അടുത്തിലേക്ക് ഓടി വരും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നീ തന്നെ അത്ഭുതപ്പെടുന്നത് പോലെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അത് ഹല്ലേലൂയ, ഒരു അസാധാരണമായ നിലയിലുള്ള ഒരു മടങ്ങി വരും, അസാധാരണമായ നിലയിലുള്ളതായ ഹല്ലേലൂയ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുന്നതോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിർജ്ജന പ്രദേശത്ത് നദികളും മരുഭൂമിയിൽ വഴിയും. നിർജ്ജന പ്രദേശത്ത് ആമേൻ നദിയും മരുഭൂമിയിൽ വഴിയും കർത്താവ് തുറക്കുക ഈ ദിവസങ്ങളില്. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിന്നെ മുറിപ്പെടുത്തിയവരൊക്കെ റിലീസ് ചെയ്യ്, നിന്നെ കുറ്റം പറഞ്ഞവരൊക്കെ വിട്ടുകള, അവരുടെ പണി നോക്കാൻ പറ. നിങ്ങളെ വിരിച്ചവരില്ലേ, നിന്നെ തള്ളിക്കളഞ്ഞവരില്ലേ, നിന്നെ കൂട്ടം കൂടി ആക്രമിച്ചില്ലേ, അവരറിയാതെ അവർക്ക് സത്യം അറിയത്തില്ല, അവർ നിന്നെ ഉപദ്രവിച്ചില്ലേ, അവർ നിന്നെ കുറിച്ച് രഹസ്യത്തിൽ കുറ്റി, നിന്നെ കണ്ടപ്പോ ചിരിച്ചു, പുറമെ നിനക്കെതിരെ നിനക്ക് പ്രയാസം വരുത്തില്ലേ, നിന്നെ നിരാശപ്പെടുത്തില്ലേ, നിന്നെ ഒടുക്കിക്കളയാൻ നോക്കിയില്ലേ, നിന്നെ തകർച്ചയിൽ സന്തോഷിച്ചില്ലേ, നീ അവരെ അങ്ങ് മറക്ക്, അവരെ അങ്ങ് വിട്, റിലീസ് ചെയ്യ്, അവരെ അങ്ങ് മറക്ക്, അവരെ അങ്ങ് റിലീസ് ചെയ്യ്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ നിന്നെ ജനസമുദ്രമാക്കി മാറ്റാം, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ നിന്നെ
ജനസമുദ്രമാക്കി മാറ്റാൻ പോകും. ജാതികൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റാൻ പോകും. രാജ്യങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റാൻ പോകും. രാജാക്കന്മാർക്ക് അനുഗ്രഹമായിട്ട് മാറ്റാൻ പോകും. ദേശങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റാൻ പോകും. കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റാൻ പോകും. ആമേൻ. നിർജ്ജന പ്രദേശത്ത് ഞാൻ നദി, മരുഭൂമിയിൽ വഴി. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? പഴയതിനെ മറക്കണം. ഞാനത് വീണ്ടും പറയുക. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത്. ഫൊർഗീവ്. നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കണം. 2, നിങ്ങളോട് തെറ്റ് ചെയ്തതോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ ഉപദ്രവത്തെ കുറിച്ച് നിങ്ങൾ നേരത്തെ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു രക്തം തിളയ്ക്കുമായിരുന്നു. ഇനി പറയുമ്പോൾ രക്തം തിളച്ചുകൊണ്ടല്ല പറയുന്നത്. അവരങ്ങനെ ചെയ്തു, പക്ഷെ കർത്താവല്ല എനിക്ക് നന്മയ്ക്കാക്കി മാറ്റി. അവര് ദോഷമായിട്ടാണ് ചെയ്തത്, പക്ഷെ എന്റെ ദൈവം അതെനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റിയിരിക്കുക. എനിക്ക് നന്മയ്ക്കാണ്. അവരെന്നെ ഒറ്റപ്പെടുത്തിയത്, കുറ്റപ്പെടുത്തിയത്. ചിലപ്പോ നിങ്ങൾക്ക് മരിച്ചാ മതി എന്ന് തോന്നുന്ന പോലത്തെ ഡയലോഗ് ആയിരിക്കും നിങ്ങൾ കേട്ടത്. അങ്ങനത്തെ വാക്കുകളായിരിക്കും നിങ്ങളോട് പറഞ്ഞു. അങ്ങനത്തെ വാക്കുകളായിരിക്കും നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുക, മുൻപുള്ളതിനെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും. നിർജ്ജന പ്രദേശത്ത് നദികൾ. എത്ര പേർക്ക് ഇന്ന് രാത്രിയില് ഇതൊന്നും ചെയ്യാൻ പറ്റും? പഴയതെല്ലാം ഒന്ന് മറക്ക്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇനി നല്ലതേ പറയോ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് നല്ലതേ പറയോ. നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് നല്ലതേ പറയോ. നിങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ കുറിച്ച് നല്ലതേ പറയോ. നിങ്ങളുടെ സഭയെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച്, ആമേൻ, നിങ്ങളുടെ ചർച്ചിനെ കുറിച്ച്, നിങ്ങൾക്ക് പരിചയമുള്ള ആരുമായിട്ട്, നിങ്ങളുടെ സഭയിലെ വിശ്വാസി അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിലെ ദൈവദാസൻ, നിങ്ങൾ നല്ലതേ പറയോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ പഴയതിനെ മറക്കുക. അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ക്രിസ്തുവിലാകണം. ആമേൻ, ആമേൻ, എല്ലാത്തിന്റെയും കൂടെ നടന്നിട്ട് അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധ്യത നിങ്ങൾ അസ്തമിപ്പിക്കുകയാണ്. പക്ഷെ എപ്പോഴാണ് നിങ്ങൾ കർത്താവിന്റെ കൂടെ നടന്ന് പഴയതിനെ മറക്കുക, മുൻപുള്ളതിനെ ഓർക്കണ്ട, പഴയതിനെ ഓർക്കണ്ട, വിട്ടുകള, അതെല്ലാം പോട്ടെന്ന്, അതിന്റെ വഴിക്ക് പോട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അതിന് കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയാത്ത, മക്കളോട് ക്ഷമിക്കാൻ കഴിയാത്ത, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കിടന്ന് അലട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, പഴയതിനെ ഓർക്കണ്ട, മുൻപുള്ളതിനെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇന്ന് ഒത്തിരി പേര് ചെയ്യുന്ന ഒരു പണി എന്നാണെന്നറിയാമോ? ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കും. എങ്ങനെ? ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക. കേട്ടിട്ടുണ്ടോ? അതായത് എനിക്ക് അവിടെ ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പം, എനിക്കൊരു ഭയങ്കര ചിരിയാ, പക്ഷെ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുക. ശരിക്കും അകത്ത് ക്ഷമിച്ചിട്ടില്ല. പക്ഷെ ഇരുട്ടുണ്ടാക്കി കാണുമ്പോ പ്രൈസ് ലോഡ് എന്നൊക്കെ പറഞ്ഞ് എന്നാ ലോഡായിരിക്കും എന്ന് പറയും. പക്ഷെ സംതിങ് ഈസ് ഇൻ യുവർ ഹാർട്ട്. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുത്. ദൈവസന്നിധിയിൽ പറയണം, ലോർഡ് ഐ ഫൊർഗീവ് ദം, എന്നെ മുറിപ്പെടുത്തിയത്, എനിക്ക് വല്ലാത്ത പ്രയാസമുള്ളത്, ബട്ട് കർത്താവേ എന്റെ അകത്തുനിന്ന് അതിനെടുത്ത് കളയണം.
എന്റെ അകത്തുനിന്ന് എന്നെ എടുത്തു കളയണം. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാനുണ്ടെങ്കിൽ പഴയതിനെ വിട്ടുകളയുക. രണ്ട് കാര്യമാണ്. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ കുഴപ്പം കേട്ടോ, നമ്മളെല്ലാരോടും ക്ഷമിക്കും, നമ്മളോട് ക്ഷമിക്കത്തില്ല. ഓ ഞാനെന്ത് മണ്ടനാ, നമ്മൾ തന്നെ പറയും ഓ കിഴങ്ങന, ഞാനൊരു കിഴങ്ങന, ഞാനൊരു മണ്ടന, ഞാൻ അറിവില്ലാത്തവനാ, ഗുണമില്ലാത്ത, നമ്മൾ പറയുന്ന വാക്കുകൾ. നോ നോ, നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം. യു മസ്റ്റ് ഫോർഗിവ് യുവർസെൽഫ് ആൻഡ് ഫോർഗിവ് അതേഴ്സ്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മരുഭൂമിയിൽ വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ. എന്താണെന്നറിയാമോ? അത് ഞാനിപ്പോ വായിച്ച വാക്യം നിങ്ങളൊരു പ്രോഫസി പോലോട് തടകട്ടെ. എനിക്ക് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിയതാണ്. ഐസിയ 49 എന്നാന്ന് തോന്നുന്നു, നമ്മളിപ്പോ ഒന്ന് വായിച്ചായിരുന്നല്ലോ. അത് ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത്, അതെ, അവിടെ നിങ്ങളെ നിറയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി, അത് വലിയ പ്രവൃത്തികളെ കാണുന്ന ഒരു സീസണായിട്ട് ഈ സീസൺ മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, നിർജ്ജന പ്രദേശത്ത് നദികളും മരുഭൂമിയിൽ വഴിയും കർത്താവ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം. അതിന് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങളുടെ എല്ലാ വിഷമത്തെയും ഭാരത്തെയും എല്ലാം മറക്കുവാൻ, ഞങ്ങളെ മുറിപ്പെടുത്തിയവരെ മുഴുവൻ ക്ഷമിക്കാനായിട്ട് കർത്താവെ ഞങ്ങളോട് തന്നെ ക്ഷമിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ തുടക്കത്തിന് ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. എല്ലാം മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ.